നമ്മുടെ നാട്ടിൽ പ്രായമായ പലരും അനുഭവിക്കുന്ന ഒരു വലിയ വിഷമമുണ്ട്. പണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിച്ചവരാണെങ്കിലും പ്രായമാകുമ്പോൾ ഒരു ചായ കുടിക്കാൻ പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുന്ന അവസ്ഥ. റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ച് ശരിയായി അറിവില്ലാതെ പോയതാണ് ഇതിന് കാരണം. പണവും സമ്പാദ്യവും ഉള്ള കാലത്ത് തന്നെ വേണം പ്രായമാകുമ്പോഴത്തെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ. പ്രായമാകുമ്പോൾ മക്കളുടെയോ മറ്റുള്ളവരുടെയോ മുന്നിൽ കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു മികച്ച പദ്ധതി ഇന്ന് പരിചയപ്പെടുത്താം. സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച അടൽ പെൻഷൻ യോജനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മികച്ച രീതിയിൽ പ്ലാൻ ചെയ്താൽ ഒരു ചായ കുടിക്കുന്ന പൈസ പോലും ചെലവാക്കാതെ ജീവിതകാലം മുഴുവൻ മാസം 5000 രൂപ വരെ പെൻഷൻ നേടാം. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രമുഖ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഒന്നാണ് അടൽ പെൻഷൻ യോജന. പ്രതിമാസം വളരെ ചെറിയ ഒരു തുക മാത്രം നിക്ഷേപിച്ചുകൊണ്ട് പ്രായമാകുമ്പോൾ മാസം 5000 രൂപ വരെ പെൻഷൻ ഉറപ്പാക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. ഉദാഹരണത്തിന് 18-ാം വയസ്സിൽ ഈ പദ്ധതിയിൽ ചേരുന്ന ഒരാൾക്ക് മാസം 5000 രൂപ പെൻഷൻ ലഭിക്കാൻ പ്രതിമാസം 210 രൂപയാണ് പ്രീമിയം വരുന്നത്. അതായത് ഒരു ദിവസം വെറും 7 രൂപ മാത്രം മാറ്റിവെച്ചാൽ മതിയാകും. ചുരുക്കി പറഞ്ഞാൽ ഒരു ചായ കുടിക്കുന്ന പൈസ പോലും വേണ്ട നിങ്ങളുടെ വിരമിക്കൽ ജീവിതം സന്തോഷമുള്ളതാക്കാൻ. ചെറുതാണെങ്കിലും പ്രായമാകുമ്പോൾ കയ്യിൽ കിട്ടുന്ന ഈ സ്ഥിര വരുമാനം വലിയൊരു ആശ്വാസമായിരിക്കും. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത് ഉറപ്പുള്ള പ്രതിമാസ പെൻഷൻ നൽകുന്നു എന്നതാണ്. 60 വയസ്സ് തികയുന്നത് മുതൽ ഗുണഭോക്താവിന് മരണം വരെ പെൻഷൻ തുക കൃത്യമായി ലഭിക്കും. പ്രതിമാസം 1000 രൂപ മുതൽ പരമാവധി 5000 രൂപ വരെ പെൻഷൻ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. നമ്മുടെ പങ്കാളിക്കും ഈ പദ്ധതി വലിയൊരു സുരക്ഷയാണ് നൽകുന്നത്. അതായത് പദ്ധതിയിൽ ചേർന്ന വ്യക്തി മരണപ്പെട്ടാൽ ആ പെൻഷൻ തുക മുഴുവനായി അദ്ദേഹത്തിന്റെ പങ്കാളിക്ക് ലഭിക്കും. ഭാര്യ മരിച്ചാൽ ഭർത്താവിനും, ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്കും ഈ തുക ലഭിക്കും എന്ന് സാരം. ഇനി പങ്കാളിയും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതുവരെ നിങ്ങൾ പദ്ധതിയിലേക്ക് നിക്ഷേപിച്ച മുഴുവൻ തുകയും നിങ്ങളുടെ നോമിനിക്ക് തിരികെ ലഭിക്കും. പണമൊട്ടും നഷ്ടപ്പെട്ടു പോകില്ല എന്ന് ചുരുക്കം. ഇതുകൂടാതെ പദ്ധതിയിലേക്ക് അടയ്ക്കുന്ന തുകയ്ക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരമുള്ള നികുതി ഇളവുകൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിക്ഷേപിക്കുന്ന പണം പൂർണ്ണമായും സുരക്ഷിതമാണ്. ഈ പദ്ധതിയിൽ ചേരാൻ ചില യോഗ്യതകൾ ആവശ്യമുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള ഏത് ഇന്ത്യൻ പൗരനും അടൽ പെൻഷൻ യോജനയിൽ പങ്കാളിയാകാം. അപേക്ഷിക്കുന്ന വ്യക്തിക്ക് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടോ നിർബന്ധമായും ഉണ്ടായിരിക്കണം. എന്നാൽ ഒരു പ്രധാന കാര്യം ഓർക്കണം, നിലവിൽ ഇൻകം ടാക്സ് അഥവാ ആദായ നികുതി അടയ്ക്കുന്ന ആളുകൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല. നികുതിദായകരല്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടിയാണ് സർക്കാർ ഈ ആനുകൂല്യം ഒരുക്കിയിരിക്കുന്നത്. ഇനി ഈ പദ്ധതിയിൽ എങ്ങനെ ചേരാമെന്ന് നോക്കാം. നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് ഉള്ള ബാങ്ക് ശാഖയിൽ ചെന്ന് അപേക്ഷ നൽകാം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അക്കൗണ്ട് ഉള്ള ശാഖയിൽ തന്നെ പോകണമെന്ന് പറയുന്നത്. ഇതിലെ പ്രീമിയം തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഓട്ടോപേ ആയി ബാങ്കിന് ഈടാക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ മാസവും ബാങ്കിൽ പോയി പണം അടയ്ക്കേണ്ട ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മാസത്തിലോ 3 മാസത്തിലോ 6 മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ പ്രീമിയം അടയ്ക്കാനുള്ള സൗകര്യം തിരഞ്ഞെടുക്കാം. ബാങ്കിൽ നേരിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ മൊബൈൽ വഴിയും ഇതിൽ ചേരാം. പ്രമുഖ ബാങ്കുകളുടെ നെറ്റ് ബാങ്കിംഗ് സൗകര്യമോ മൊബൈൽ ബാങ്കിംഗ് ആപ്പുകളോ വഴി വളരെ വേഗത്തിൽ അടൽ പെൻഷൻ യോജനയിൽ രജിസ്റ്റർ ചെയ്യാം. ഇതിനായി നിങ്ങളുടെ ആധാർ കാർഡും അതുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും കയ്യിൽ കരുതണം. ഫോണിൽ വരുന്ന OTP ഉപയോഗിച്ച് മിനിറ്റുകൾക്കകം അപേക്ഷ പൂർത്തിയാക്കാം. അടൽ പെൻഷൻ യോജനയിൽ ചേരുമ്പോൾ ആളുകൾക്ക് പറ്റുന്ന ചില പൊതുവായ തെറ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. അക്കൗണ്ടിൽ ആവശ്യത്തിന് പണം സൂക്ഷിക്കാത്തതാണ് പ്രധാന തെറ്റ്. ഓട്ടോപേ സംവിധാനം ഉള്ളതിനാൽ കൃത്യസമയത്ത് അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ ചെറിയ പിഴ ഈടാക്കാൻ സാധ്യതയുണ്ട്. പ്രായം 40 വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിൽ ചേരാൻ സാധിക്കില്ല എന്ന കാര്യവും പലരും മറന്നു പോകാറുണ്ട്. നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചാണ് പ്രീമിയം തുക നിശ്ചയിക്കുന്നത്. പ്രായം കൂടുന്തോറും അടയ്ക്കേണ്ട തുകയും കൂടും. അതുകൊണ്ട് എത്രയും നേരത്തെ ചേരുന്നോ അത്രയും വലിയ ലാഭം. ഒരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ഓർക്കുക, സർക്കാർ പദ്ധതികളുടെ നിയമങ്ങളിലും പ്രീമിയം നിരക്കുകളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ബാങ്കിൽ പോയി 2026 പുതുക്കിയ വിവരങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണം. ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ സുരക്ഷിതമായ ഔദ്യോഗിക ആപ്പുകൾ മാത്രം ഉപയോഗിക്കുക. ബാങ്ക് ഉദ്യോഗസ്ഥർ ആരും തന്നെ നിങ്ങളുടെ രഹസ്യ പാസ്വേഡുകളോ OTP നമ്പറുകളോ ചോദിക്കില്ല. ഇത് എല്ലാ വീഡിയോയിലും ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ സുരക്ഷിതമായി മാത്രം പണമിടപാടുകൾ നടത്താൻ ശ്രദ്ധിക്കണം. പ്രായമാകുമ്പോൾ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാൻ ഈ ചെറിയ നിക്ഷേപം നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ ചെറിയൊരു കരുതൽ നാളത്തെ വലിയൊരു സമ്പാദ്യമാണ്. എല്ലാവരും ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തുക. സുരക്ഷിതമായ ഒരു ഭാവി നിങ്ങൾക്കായി ആശംസിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്.